അപകടത്തിൽപ്പെട്ട വഴിയിൽ കിടന്നിരുന്ന യുവാക്കളെ രക്ഷിച്ച യുവാവിനെ പോലീസ് അപമാനിച്ചുവെന്ന പരാതി. തൃശൂർ കല്ലേറ്റിൻകര സ്വദേശി പയസാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ പോലീസ് ചോദ്യം ചെയ്യലിന് വിധേയമായത്. പരിക്കേറ്റ ആളൂർ സ്വദേശികളായ സനീഷ്, ബെഞ്ചമിൻ എന്നിവർ ഹോട്ടലിൽ അടിപിടിയുണ്ടാക്കിയ സംഭവത്തിലെ പ്രതികളായിരുന്നു. ഇതാണ് പയസിന് വിനയായത്. ബൈക്ക് അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ് കിടന്നിരുന്നവരെ സഹായിക്കാൻ ശ്രമിച്ച ഒരു യുവാവാണ് ഇപ്പോൾ പുലിവാല് പിടിച്ചിരിക്കുന്നത്. യുവാവിനെതിരെ പോലീസ് നടപടിയെടുത്തു എന്നുള്ളതാണ് വീട്ടുകാരുടെ ഒരു പരാതി. ഇതുമായി ബന്ധപ്പെട്ട് ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നടന്നിരിക്കുന്നത്. ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വയനാടൻ ബിരിയാണി എന്ന് പറയുന്ന ഹോട്ടലിൽ കഴിഞ്ഞ ദിവസം ഒരു തർക്കമുണ്ടായി. രണ്ട് യുവാക്കൾ അവിടെ എത്തിയ ഫുഡ് ഡെലിവറി ബോയ്സിനെ മർദ്ദിക്കുകയും അവരെ കുത്തി പരിക്കേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരൊക്കെ ഇടപെടുകയും പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. അത് അറിഞ്ഞ ഈ യുവാക്കൾ ഉടനടി തന്നെ അവിടെ നിന്ന് ബൈക്ക് എടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ബൈക്ക് എടുത്ത് രക്ഷപ്പെട്ട ഈ യുവാക്കൾ പിന്നീട് പോകും വഴിക്ക് അപകടത്തിൽപ്പെടുകയാണ് ഉണ്ടായത്. ആളൂർ കോട്ട റോഡിൽ വെച്ചാണ് ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ് കിടക്കുകയായിരുന്ന ഈ രണ്ട് യുവാക്കളെ സഹായിക്കുന്നതിന് വേണ്ടി കല്ലേറ്റിങ്കര സ്വദേശിയായ പയസ് അങ്ങോട്ടേക്ക് എത്തി. പയസ് അവിടെ എത്തിയ ആംബുലൻസിൽ ഈ യുവാക്കളെ കയറ്റി ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഈ സമയത്താണ് പോലീസ് പയസിനെയും കസ്റ്റഡിയിലെടുത്തത്. അതായത് ഈ ഹോട്ടലിൽ പ്രശ്നമുണ്ടാക്കിയ രണ്ട് യുവാക്കളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് പയസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പയസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് ഫോൺ വാങ്ങിവെക്കുകയും വിശദമായി ഈ ചോദ്യം ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ പയസിന്റെ ഫോട്ടോ എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ പയസിന്റെ കുടുംബം നൽകിയിരിക്കുന്ന പരാതി. ഒരു രാത്രി 8 മണിയായപ്പോൾ ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു ഓട്ടോറിക്ഷക്കാരൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിക്കാണ്, അവൻ എവിടെയാന്ന് ചോദിച്ചു. ഞാൻ ഇവിടെ ഉണ്ട്, എന്തേന്ന് ചോദിച്ചു. അപ്പം എൻ്റെ അടുത്ത് പറയണം, അവൻ്റെ ഫോട്ടോ കറങ്ങി നടക്കണ്ടല്ലോ എന്ന്. ഇവനെ പോലീസുകാർ ഫോട്ടോ എടുത്തേക്കാണ് സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്. എന്നിട്ട് ആ ഫോട്ടോ അവർ പലർക്കും കൊടുത്തേക്കുക, ഈ ആളെ അറിയുമോ എന്നുള്ള ക്യാപ്ഷനോട് കൂടിയിട്ട്. ഞങ്ങളുടെ അവിടെ മൊത്തം ഓട്ടോറിക്ഷക്കാരനാണ് എനിക്ക് തന്നെ. എൻ്റെ ഉണ്ട് ആ ഫോട്ടോ. എനിക്കത് കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല. കാരണം ഞാൻ ഒരിക്കലും എൻ്റെ മോനെ അങ്ങനെ കാണാൻ ആഗ്രഹിക്കണില്ല, ഒരു കുറ്റവാളിനെ പോലെ. ഇവരെന്നോട് ചോദിച്ചു, നീ എന്താ ഇത്ര മെലിഞ്ഞിരിക്കണേ, നീ MDMA മെഡിക്കലില് കഞ്ചാവ് മെഡിക്കലില് നിന്റെ കണ്ണൊക്കെ കുഴിഞ്ഞിരിക്കണ്ടല്ലോ, കണ്ടറിയാന്ന് പറഞ്ഞു. ഞാൻ ടെസ്റ്റ് ചെയ്തോളാം പറഞ്ഞപ്പോഴും ഇവര് തന്നെ പറയണേ, നിന്നെ കണ്ടറിയാന്ന്. ഇവരെൻ്റെ അടുത്ത് നീ ഈ കൂട്ടത്തിലുള്ള എൻ്റെ അല്ലേന്നാ ചോദിച്ചോണ്ടിരിക്കണേ എപ്പോഴും. എന്നാൽ പോലീസ് ഈ കൂട്ടത്തിൽ 3 പേർ ഉണ്ടായിരുന്നു എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പയസിനെ കസ്റ്റഡിയിലെടുത്തിട്ടില്ല. പക്ഷേ അതേസമയം തന്നെ പയസിനെ വിവരങ്ങൾ തേടുന്നതിന് വേണ്ടി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ചെയ്തത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതല്ലാതെ മറ്റ് യാതൊരു വിധത്തിലുള്ള നടപടിയും എടുത്തിട്ടില്ല. മാത്രമല്ല, പയസിൻ്റെ ഫോട്ടോ പ്രചരിപ്പിച്ചത് തങ്ങളല്ല എന്നുള്ളൊരു നിലപാടുമാണ് നിലവിൽ ആളൂർ പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം പയസിൻ്റെ കുടുംബം SP-ക്കാണ് നിലവിൽ പരാതി നൽകിയിരിക്കുന്നത്. അവന്റെ ഫോട്ടോ പ്രചരിപ്പിക്കുക ഒന്നും ചെയ്തിട്ടില്ല. കാരണം ആ ഫോട്ടോ എടുത്തത് ആരാണെന്ന് അവരുടെ മൊബൈലിൽ നോക്കിയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. കാരണം അത് നമ്മുടെ പോലീസ് എടുത്ത ഫോട്ടോ ആണെന്ന് നമ്മൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യണം, എന്നാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ആരെങ്കിലും ഒരാൾ ഫോട്ടോ എടുത്ത് ഹോസ്പിറ്റലാണ്, ആർക്കും വേണമെങ്കിലും ഫോട്ടോ എടുത്ത് അയക്കാം. അതിന് പോലീസാണ് അത് പ്രചരിപ്പിച്ചത് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ശരിയായിട്ട് എനിക്ക് തോന്നുന്നു. വഴിയരികിൽ അപകടത്തിൽപ്പെട്ട് കിടന്ന യുവാക്കളെ സഹായിച്ച് ആംബുലൻസിൽ കയറിപ്പോയി എന്ന ഒരു കാര്യത്തിനെ ഒരു യുവാവ് ഇപ്പോൾ ഈ പുലിവാലി പിടിച്ചിരിക്കുകയാണ്. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.